ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് വിത്തിനുള്ളിലെ ജീവൻ. ഓക്കെ, ക്ലാസ്സിലേക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു ഡയറി കുറിപ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പറമ്പാകെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ മഴ ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുൽച്ചെടികൾ വളർന്നു തുടങ്ങി. അച്ഛൻ തെങ്ങിൻ ചുവട്ടിൽ വെട്ടിയിട്ട ചെമ്പരത്തിക്കമ്പുകളിൽ തളിർ വന്നു. 1-2 പുൽച്ചെടികൾ പറിച്ചു നോക്കി. വേരുകളുണ്ട്. വിത്ത് മുളച്ചാണോ ഇവ ഉണ്ടാകുന്നത്? ഒന്നും കാണുന്നില്ല. വലുതാക്കി കാണിക്കുന്ന ലെൻസ് വാങ്ങാൻ അച്ഛനോട് പറയണം. ചിലയിടത്ത് പുളിങ്കുരു മുളച്ചു പൊന്തിയിട്ടുണ്ട്. വിത്തിനെ പിളർത്തിയാണ് കേമന്റെ വരവ്. മാത്രമല്ല, വിത്തിന്റെ ഭാഗങ്ങളെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്റെ പറമ്പിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടന്നിരുന്നു എന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അനീഷിന്റെ ഡയറി കുറിപ്പാണ് ചുവടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കിട്ടിയാലാണ് വിത്ത് മുളയ്ക്കുക? നമ്മുടെ പറമ്പിൽ മുളച്ചു പൊന്തിയ വിത്തുകൾക്ക് എന്തെല്ലാം പറയാനുണ്ടെന്ന് നോക്കാം. വിത്തുകൾക്ക് പറയാനുള്ളത് എന്താന്ന് നോക്കിക്കേ. മണ്ണിൽ വീണത് അനുഗ്രഹമായി. വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. മുളച്ചു പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് എന്താണ്? സൂര്യവെളിച്ചമാണ്. ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു. എന്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല. വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ വേണം? മണ്ണ് വേണം, അതുപോലെ തന്നെ ജലം വേണം, പിന്നെന്താണ്? സൂര്യപ്രകാശം വേണം, പിന്നെന്താണ് വേണ്ടത്? താപനില വേണം, പിന്നെ വായു വേണം. വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണോ നമ്മളിവിടെ നോക്കുവാണ്. അതിനൊരു പരീക്ഷണം നോക്കുവാണ്. എന്താണ്? ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക, അതിന്റെ ചുവട്ടിൽ ദ്വാരം ഇടുക, അതില് പഞ്ഞി ഇടുക, പഞ്ഞി നനയ്ക്കണം, പിന്നെന്താണ്? വിത്ത് ഇടണം. ശേഷം നമ്മൾ 1-2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? വിത്ത് മുളച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിന് നമുക്ക് മണ്ണ് ആവശ്യമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത പരീക്ഷണം നോക്കിക്കേ. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിയിൽ ദ്വാരമിട്ട ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അല്പം മണ്ണിടുക. ഏതാനും പയർവിത്തുകൾ ഇട്ട ശേഷം അല്പം വെള്ളമൊഴിക്കുക. കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ഗ്ലാസ് വെച്ച് സൂര്യപ്രകാശം കടക്കാത്ത വിധം മൂടി വയ്ക്കുക. എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും വിത്ത് മുളയ്ക്കും അല്ലേ? നമ്മൾ ഉദാഹരണം നോക്കുവാണെങ്കിൽ നമ്മൾ ആഹാരം ഒക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പയറൊക്കെ എന്താണ് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം അതിന് മുള പൊട്ടിയതായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ? ഇല്ല. രാത്രിയിലൊക്കെ നമ്മൾ ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും? അത് മുള പൊട്ടി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല. എന്നാൽ എന്താണ്? വിത്ത് മുളച്ച് ഒരു സസ്യമായി മാറുന്ന സമയത്ത് അതിനെന്ത് വേണം? സൂര്യപ്രകാശം വേണം. ഓക്കെ, ഇവിടെ നോക്ക്. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. എന്താണ്? വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. എന്താണ്? മുളച്ചു കഴിഞ്ഞ് വളരുന്നതിനാണ് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ ആവശ്യമായിട്ട് വരുന്നത്. നെൽവിത്ത് മുളപ്പിക്കൽ. കേരളത്തിൽ മഴക്കാല കൃഷിക്ക് ഞാറുപാകി മുളപ്പിക്കാനായി കർഷകർ ചെയ്യുന്ന രീതി നോക്കൂ. മുറ്റത്ത് വാഴത്തണ്ട് കൊണ്ട് ചതുരത്തിൽ തട കെട്ടുന്നു. അതിനുള്ളിൽ ഈന്ത് ഓലകൾ വിരിച്ച് മുളപ്പിച്ചെടുക്കേണ്ട നെൽവിത്തുകൾ അതിൽ നിറയ്ക്കുന്നു. മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം ഈന്തിൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു. ഇതിനു മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റി വയ്ക്കുന്നു. വിത്ത് മുളയ്ക്കാൻ മിതമായ ചൂട് ആവശ്യമാണ്. ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4-5 ദിവസം നനയ്ക്കണം. വിത്തുകൾ മുള വന്ന് പാകമാകുന്നു. ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വെച്ച് മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട്. കണ്ടോ, ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, വിത്ത് മുളയ്ക്കുന്നത് നമ്മൾ കണ്ടു. സസ്യങ്ങൾക്ക് വളരാൻ എന്ത് വേണം? ആഹാരം വേണം.
ആഹാരം നിർമ്മിക്കുന്നത് ഇവിടെ വെച്ചാണ്, ഇലകളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ ഇവയ്ക്ക് ഇലകളുണ്ടോ? ഇലകളില്ല. അപ്പോൾ എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. എന്താണ്? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. എന്താണ്? വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ്? ബീജമൂലമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ബീജമൂലം എന്താകുന്നു? വേരായിട്ട് മാറുവാണ്. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ബീജശീർഷം വളർന്ന് എന്തായി മാറുന്നു? കാണ്ഡമായി മാറുന്നു. അപ്പൊ നോക്കുക, ബീജമൂലം വേരായിട്ട് മാറുന്നു. പിന്നെന്താണ്? ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം ബീജശീർഷമാണ്. ബീജശീർഷം വളർന്ന് എന്തായി മാറുന്നു? കാണ്ഡമായി മാറുന്നു. ഓക്കെ. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പൊ ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ്. ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. കുതിർത്ത് വെച്ച പയർ, കടല മുതലായ വിത്തുകള് പൊളിച്ചു നോക്കിയാൽ നമുക്ക് ബീജപത്രവും പിന്നെന്താണ് ബീജമൂലവും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നോക്ക, പയർ വിത്ത് മുളച്ചു വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താണ്? ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം എന്താണ്? സീഡ് കുഴിച്ചിട്ടേക്കുവാണ് അല്ലെ. പിന്നെന്താണ്? അതിന്റെ ബീജമൂലം പയ്യെ വരുന്നുണ്ട്. പിന്നെന്താണ് കാണുന്നത്? ബീജമൂലം താഴേക്ക് പോവുകയാണ്. അടുത്ത ചിത്രത്തില് ബീജമൂലം വേരായിട്ട് മാറുന്നുണ്ട്. കണ്ടോ? ബീജപത്രത്തിൽ നിന്നെന്താണ്? പുറന്തോട് ഇളകി മാറുന്നുണ്ട്. അടുത്ത ചിത്രമാകുമ്പോഴത്തേന് എന്താണ്? പതിയെ ഇല വരാൻ തുടങ്ങുന്നുണ്ട്. നോക്കിക്കേ, അടുത്ത എന്താണ്? നമുക്ക് ബീജപത്രം നല്ല വൃത്തിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? ബീജമൂലം വേരായിട്ട് അവിടെ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ചിത്രം നോക്ക്. ലാസ്റ്റ് ചിത്രത്തില് എന്താണ്? ബീജപത്രത്തിൽ നിന്ന് എന്താണ്? മുകളിലേക്ക് ബീജശീർഷം വരുന്നുണ്ട്. ബീജശീർഷം എന്തായിട്ട് മാറുകയാണ്? എന്തായിട്ട് മാറുന്നു? കാണ്ഡമായിട്ട് മാറുന്നു. ബീജമൂലം എന്തായി മാറുന്നു? വേരായിട്ട് മാറുന്നു. ദാ ഈ കാണുന്നതാണ് ബീജപത്രം. ഇതിൽ നിന്നാണ് ആദ്യം സസ്യങ്ങള് എന്ത് ചെയ്യുന്നത്? ആഹാരം ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. ദ്വിബീജപത്ര സസ്യത്തിൽ ബീജപത്രത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങളിൽ എങ്ങനെയാണ്? ബീജപത്രത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. എന്നാൽ ഏകബീജപത്ര സസ്യത്തിൽ എങ്ങനെയാണ്? ഏകബീജപത്ര സസ്യത്തിലെ ബീജാനത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ്വിബീജപത്ര സസ്യത്തിന് ഉദാഹരണമാണ് കടല, പയർ എന്നിവയൊക്കെ. ഏകബീജപത്ര സസ്യത്തിന് ഉദാഹരണം എന്താണ്? ചോളം, പിന്നെ നെല്ല് എന്നിവയൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി നോക്കിക്കേ, ഇവിടെ കാണിച്ചേക്കുന്ന ടേബിൾ നോക്ക്. വ്യത്യസ്ത ഭാഗങ്ങൾ ഉപയോഗിച്ച് പ്രജനനം നടത്തുന്ന സസ്യങ്ങളെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, വിത്ത് ഉപയോഗിച്ച്, തണ്ട് ഉപയോഗിച്ച്, ഇല ഉപയോഗിച്ച്, വേരുപയോഗിച്ച്. നോക്കാം, വിത്ത് ഉപയോഗിച്ച് മല്ലിക, നെല്ല്, മാവ്, കശുമാവ്, കാശിത്തുമ്പ, വഴുതന, തെങ്ങ് ഇവയൊക്കെ എന്താണ്? വിത്ത് ഉപയോഗിച്ച് നടുന്നവയാണ്. തണ്ട് ഉപയോഗിച്ചോ? നന്ദ്യാർവട്ടം, മധുരക്കിഴങ്ങ്, മുല്ല, ചെമ്പരത്തി, മരച്ചീനി, കുരുമുളക്, മുരിങ്ങ. ഇല ഉപയോഗിച്ചിട്ട് ഇലമുളച്ചി, നിശാഗന്ധി, നിലപ്പന, ബിഗോണിയ. വേരുപയോഗിച്ച് എന്താണ്? ചന്ദനം, കറിവേപ്പ്, ശീമപ്ലാവ്, വേറൊരു പേരുണ്ട് കടപ്ലാവ് എന്ന് പേരുണ്ട്, ആഞ്ഞിലി, അയനിപ്ലാവ് എന്ന് പേരുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. ചില സസ്യങ്ങൾ എങ്ങനെയാണ്? മുരിങ്ങ, ശീമക്കൊന്ന എന്നിവയിൽ ഒരേ സമയം വിത്തിൽ നിന്നും തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്? മുരിങ്ങ, ശീമക്കൊന്ന. വിത്തിൽ നിന്നും തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കറിവേപ്പ്, ആഞ്ഞിലി എന്നിവയിൽ ഒരേ സമയം വേര്, വിത്ത് എന്നിവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ മുളച്ചു വരാറുണ്ട്. എന്താണ്? കറിവേപ്പ്, ആഞ്ഞിലി എന്നിവയിൽ നിന്ന് ഒരേ സമയം വേരിൽ നിന്നും വിത്തിൽ നിന്നും എന്താണ്? പുതിയ സസ്യങ്ങൾ മുളച്ചു വരാറുണ്ട്. അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കറിവേപ്പൊക്കെ എങ്ങനെയാണ് പ്രജനനം നടത്തുന്നതെന്ന്. ഓക്കെ, ഇനി നോക്ക്.
മനസ്സിലാക്കേണ്ട കാര്യം, വേരിൽ നിന്നും പുതിയ സസ്യം മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ വേര് മാത്രം മുറിച്ച് നട്ടാല് അതിൽ നിന്ന് സസ്യം ഉണ്ടാവത്തില്ല. എന്നാൽ സ്വാഭാവികമായിട്ട് വേരിൽ നിന്ന് മുളച്ചു വരുന്ന ആ സസ്യത്തെ എടുത്ത് നമ്മൾ നടുവാണെങ്കിൽ അത് കിളുക്കത്തുള്ളൂ. അല്ലാതെ വേരെടുത്ത് കൊണ്ട് നട്ടാല് ഒരിക്കലും അത് ഉണ്ടാവണമെന്നില്ല. ഇനി നോക്ക്, കായിക പ്രജനനം എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. എന്താണ്? സസ്യങ്ങളുടെ കായിക ഭാഗമായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അപ്പൂപ്പൻ താടിയും കുട്ടിയുമായുള്ളൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. കുട്ടി ചോദിക്കുകയാണ്, എന്തിനാ അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി നടക്കുന്നത്? അപ്പൂപ്പൻ താടി പറയുന്നു, എന്റെ വിത്തിന് വളരാൻ അനുകൂലമായ ഒരു സ്ഥലം തേടി ഞാൻ കാറ്റിൽ പാറുകയാണ്. കുട്ടി പറയുകയാണ്, അപ്പൂപ്പൻ താടിയുടെ വിത്ത് ഏതാണ്? ഞാൻ തൂക്കി പിടിച്ചിരിക്കുന്ന ഈ ചെറിയ വസ്തുവാണ് എന്റെ വിത്ത്. എന്റെ ധാരാളം കൂട്ടുകാർ ഇതുപോലെ ഓരോ വിത്തുമായി വിവിധ സ്ഥലങ്ങളിൽ പാറി നടക്കുന്നുണ്ട്. അപ്പൂപ്പൻ താടിയും കൂട്ടുകാരും എന്തിനാണ് ഇങ്ങനെ പാടുപെടുന്നത്? നിങ്ങളുടെ ചെടിയുടെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചാൽ പോരെ? അപ്പൊ അപ്പൂപ്പൻ താടി പറയുന്ന കാര്യം നോക്ക്. ഒരു വള്ളിച്ചെടിയിലാണ് ഞാൻ ഉണ്ടായത്. മൂപ്പത്തിയ കായ പൊട്ടി ഞങ്ങൾ അവിടെ തന്നെ വീണ് മുളച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും വളരാൻ വേണ്ട വെള്ളവും വളവും സൂര്യപ്രകാശവും ലഭിക്കുമായിരുന്നില്ല. ഭാരം കുറഞ്ഞ വിത്തുകളായതുകൊണ്ടും ഭാരം കുറഞ്ഞ വിത്തുകളായതുകൊണ്ടും രോമങ്ങൾ പോലുള്ള ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടും കാറ്റിൽ യഥേഷ്ടം പറന്നു നടക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. പല സസ്യങ്ങളും വിത്ത് ദൂര സ്ഥലത്തെത്തിക്കാൻ ഇതുപോലെ പല സൂത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? കാറ്റിലൂടെയാണ് അല്ലെ? കാറ്റിൽ പറന്നു നടക്കാൻ അപ്പൂപ്പൻ താടിയെ സഹായിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭാരമില്ല, പിന്നെന്താണ്? അതിന് രോമമുള്ള ആ ഒരു ഭാഗമുണ്ട് അല്ലെ? അതിന് രോമമുണ്ട്, ഇങ്ങനെ പറന്നു നടക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സസ്യങ്ങളുടെയും വിത്തുകൾ കാറ്റ് മൂലമാണോ വിതരണം ചെയ്യപ്പെടുന്നത്? ആണോ? എല്ലാ സസ്യങ്ങളുടെയും വിത്തുകൾ കാറ്റ് മൂലമല്ല. നമുക്കത് നോക്കാം. പക്ഷികൾ കൊത്തിക്കൊണ്ടുവരുന്ന പേരയ്ക്ക, കശുമാങ്ങ, മാമ്പഴം എന്നിവ വീട്ടുവളപ്പിൽ നാം കാണാറുണ്ടല്ലോ. ഇവയുടെ മാംസള ഭാഗങ്ങളല്ലേ പക്ഷികൾ തിന്നുന്നത്. ഇവയുടെ വിത്തുകൾ നിലത്തു കിടന്ന് മുളയ്ക്കുന്നതും കാണാം. ഇതുപോലെ വ്യത്യസ്തങ്ങളായ അനുകൂലനങ്ങൾ ഓരോ രീതിയിലും വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്കുണ്ട്. അപ്പോൾ പേരയ്ക്ക, കശുമാങ്ങ, മാമ്പഴം എന്നിവയുടെ അനുകൂലനം എന്താണ്? മാംസള ഭാഗമാണ് അല്ലെ? അതിനെ പക്ഷികൾ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് നിക്ഷേപിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ടു അപ്പൂപ്പൻ താടിക്ക് എങ്ങനെയാണ്? രോമമുള്ള ഭാഗമുണ്ട്, തന്നെയല്ല അതിനെന്താണ്? ഭാരക്കുറവുണ്ട്. കാറ്റിലൂടെ പറന്നു നടക്കാൻ അതിന് കഴിയും. ഇനി നമുക്ക് വിത്ത് വിതരണം. ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണു മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. ഒരുമിച്ച് കിടന്നാൽ അവയ്ക്ക് വളരാനായിട്ട് സാധിക്കത്തില്ല. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ, നോക്കിക്കേ, വെള്ളത്തിലൊഴുകിയും പൊട്ടിത്തെറിച്ചും വിതരണം ചെയ്യപ്പെടുന്നതിന് വിത്തുകൾക്ക് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഇവിടെ കുറച്ച് ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, മഹാഗണിയുടെ കാണിച്ചിട്ടുണ്ട്, വെണ്ട കാണിച്ചിട്ടുണ്ട്, തെങ്ങ്, അത്തിപ്പഴം തിന്നുന്ന പക്ഷിയുടെ കാണിച്ചിട്ടുണ്ട്, കാശിത്തുമ്പ കാണിച്ചിട്ടുണ്ട്. മഹാഗണിയും കാശിത്തുമ്പയും വെണ്ടയൊക്കെ എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്തിപ്പഴം തിന്നുന്ന പക്ഷിയുടെ കാണിച്ചേക്കുന്നത് എന്തിനാണ്? അത്തിപ്പഴം തിന്നിട്ട് അത് ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി കാഷ്ടിച്ചു വെക്കും. അവിടെ കിടന്ന് അത്തിപ്പഴം അതായത് അത്തി ഉണ്ടാവുന്നു. പിന്നെന്താണ്? തെങ്ങ് എങ്ങനെയാണ്? തേങ്ങ ജലത്തിലൂടെ ഇങ്ങനെ പോകും. ജലം വഴിയാണ് തെങ്ങ് വിത്ത് വിതരണം നടത്തുന്നത്. ഓക്കെ, വെള്ളത്തിലൂടെ ഒഴുകി പോകാൻ തേങ്ങയ്ക്ക് എന്തൊക്കെയാണ് പ്രത്യേകതയുള്ളത്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പുറന്തോടാണുള്ളത്. പെട്ടെന്ന് എങ്ങും എന്ത് ചെയ്യത്തില്ല, അത് അഴുകി പോകത്തില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ. പക്ഷികൾ പഴങ്ങൾ കൊത്തിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടില്ലേ? ഭക്ഷ്യയോഗ്യമായ മാംസളഭാഗമാണ് പക്ഷിയെയും മൃഗങ്ങളെയും ആകർഷിക്കുന്നത്. മാംസളഭാഗമുള്ള വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ മാമ്പഴം കഴിച്ച് മാങ്ങായണ്ടി വലിച്ചെറിയുന്നത് എന്താണ്? വിത്ത് വിതരണത്തിന്റെ ഭാഗമാണ്. എല്ലാ ഫലങ്ങൾക്കും മാംസളമായ ഭാഗമാണോ ഉള്ളത്? അല്ല. നോക്കിക്കേ, ചില വിത്തുകളുടെ വിതരണ സൂത്രങ്ങൾ നോക്കാം. ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്തുകൾ,
പശ, കൂർത്ത അഗ്രഭാഗങ്ങൾ. നമ്മളിപ്പോൾ കാട്ടിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ എന്താണ് ചില പുല്ലിൻ്റെ വിത്തുകളൊക്കെ പറ്റിപ്പിടിക്കാറില്ലേ? ഓക്കെ, മേഞ്ഞു നടക്കുന്ന പശുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുല്ലുകൾക്കിടയിലൂടെ ഓടിക്കളിക്കുമ്പോൾ വസ്ത്രങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്ന പുൽവിത്തുകൾ കാണാറില്ലേ? അപ്പൂപ്പൻ താടി പറഞ്ഞത് ഓർമ്മയില്ലേ? കാറ്റിൽ പാറി നടക്കുന്ന വിത്തുകൾക്ക് ഭാരം കുറവായിരിക്കും. കാറ്റിൽ പാറി നടക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗവും ഉണ്ടായിരിക്കും. വെള്ളത്തിലൂടെ ഒഴുകി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് എന്തെല്ലാം പ്രത്യേകതയുള്ളത് നോക്കുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കുറച്ചു ദിവസം വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകില്ല. വെണ്ട, കാശിത്തുമ്പ എന്നിവ പൊട്ടുമ്പോൾ വിത്തുകൾ അകലേക്ക് തെറിച്ചു വീഴുന്നു. നോക്കിക്കേ, വിത്ത് വിതരണത്തിൽ മനുഷ്യനും അവൻ്റെതായ പങ്കുണ്ട്. പണ്ട് മുതലേ ദൂരസ്ഥലങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും യാത്ര പോകുമ്പോൾ നാം വിത്തുകൾ കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. ഇവ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടുകയും വളരുകയും ചെയ്യുന്നു. കൈതച്ചക്ക, തേയില, മരച്ചീനി, പപ്പായ, റബ്ബർ, കശുവണ്ടി തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവയാണ്. നോക്ക്, കാർഷിക വിളകൾ ജന്മദേശം. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി ഇവ അമേരിക്കയുടേതാണ്. തേയില ചൈനയുടേതാണ്. കാബേജ് യൂറോപ്പിൻ്റെതാണ്. റബ്ബർ, കശുമാവ് ബ്രസീലിൻ്റെതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണ്. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.